തിയേറ്ററുകളിൽ വലിയ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് ദൃശ്യം 3 മെയ് 21-ന് പ്രദർശനത്തിനെത്തിയ ചിത്രം ഇതിനകം തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ 200 കോടിക്കടുത്ത് കളക്ഷൻ സ്വന്തമാക്കി. 4 ഭാഷകളിലായി പുറത്തിറങ്ങിയ ദൃശ്യം 3ക്ക് മലയാളം പതിപ്പിൽ നിന്ന് തന്നെയാണ് കൂടുതൽ കളക്ഷനും ലഭിച്ചത്. ജോർജ് കുട്ടിയുടെ മാജിക് വീണ്ടും. ദൃശ്യം 3 ആഗോളതലത്തിൽ 200 കോടിയിലേക്ക് കുതിക്കുകയാണ്. ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടർന്ന ദൃശ്യം 3 ഞെട്ടിക്കുന്നു. തിയേറ്ററിൽ തരംഗം തീർത്തിരിക്കുകയാണ് ജോർജ് കുട്ടിയും ഫാമിലിയും. ക്ലാസിക് ക്രിമിനൽ, ക്ലാസിക് അച്ഛനും അയാൾ ഏതറ്റം വരെയും പോകുമെന്ന് വീണ്ടും കാണിച്ചു. മലയാള സിനിമയുടെ നാഴികക്കല്ലായ ചിത്രത്തിന്റെ തുടർച്ച അത് ജനങ്ങൾ ഏറ്റെടുത്തു. കോവിഡിൽ തിയേറ്ററിൽ നഷ്ടപ്പെട്ട 2ാം ഭാഗത്തിന്റെ അനന്തരകഥ, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോർജ് കുട്ടിയുടെ തിരിച്ചുവരവ്, അതും ഒന്നൊന്നര തിരിച്ചുവരവ്. മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം പ്രേക്ഷകർ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. പ്രേക്ഷകർ എന്ത് പ്രതീക്ഷിക്കുന്നു അതിനപ്പുറമുള്ള ഒരു അനുഭവമായിരുന്നു ചിത്രം തിയേറ്ററിൽ നമുക്ക് സമ്മാനിച്ചത്. കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ജോർജ് കുട്ടി ഇത്തവണ പ്രേക്ഷകരെ കൂടുതൽ ഞെട്ടിച്ചു. പതിഞ്ഞ താളത്തിലാണ് ചിത്രം ആരംഭിക്കുന്നത്. ആദ്യ 2 ഭാഗങ്ങൾ എവിടെ നിർത്തിയെന്ന ടൈറ്റിൽ ക്രെഡിറ്റ് സംവിധായകൻ പ്രേക്ഷകനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രേക്ഷകന് ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവിലാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്. ജിത്തു എന്ന സംവിധായകൻ പ്രേക്ഷകന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്ന് ദൃശ്യം 3യിലൂടെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാലിനെ വീണ്ടും അവതരിപ്പിച്ചത് തന്നെയാണ്. അയാൾ ചിരിക്കുന്നുണ്ട്, ചിരിപ്പിക്കുന്നുണ്ട്, കുസൃതി കാട്ടുന്നുണ്ട്, കരയുന്നുണ്ട്, നമ്മളെ കരയിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വില്ലനെ തള്ളുന്നുമുണ്ട്. അപ്പോഴെല്ലാം ജോർജ് കുട്ടിയേക്കാൾ കൂടുതൽ മോഹൻലാലിനൊപ്പമാണ് ഓരോ പ്രേക്ഷകനും സഞ്ചരിക്കുന്നത്. അതെ, ജോർജ് കുട്ടിയുടെ സഞ്ചാരം തന്നെയാണല്ലോ ഈ ദൃശ്യം പരമ്പര എന്ന് പറയുന്നത്. ക്ലാസിക് ക്രിമിനൽ എന്നാണ് പ്രേക്ഷകർ ജോർജ് കുട്ടിയെ വിശേഷിപ്പിച്ചത്. 3ാം ഭാഗത്തിലെത്തിയപ്പോൾ ജോർജ് കുട്ടിയുടെ വൈകാരിക തലത്തെയാണ് സംവിധായകൻ അവതരിപ്പിച്ചത്. അത് ജനങ്ങൾ സ്വീകരിച്ചു. തിയേറ്ററുകളിൽ വലിയ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദൃശ്യം 3 ബോക്സ് ഓഫീസിൽ ശക്തമായ കുതിപ്പ് തുടരുന്നത്. സാധാരണ പ്രവൃത്തി ദിനങ്ങളിൽ ഉണ്ടാകാറുള്ള ചെറിയ കളക്ഷൻ കുറവ് നേരിട്ടെങ്കിലും ആദ്യ ചൊവ്വാഴ്ച ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. റിലീസ് ചെയ്ത് വെറും 6 ദിവസത്തിനുള്ളിൽ തന്നെ ആഗോളതലത്തിൽ 170 കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് വലിയൊരു നാഴികക്കല്ല് തന്നെയാണ് ചിത്രം പിന്നിട്ടത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ ഏറ്റവും പുതിയ ചിത്രം ഇതോടെ ലോകമെമ്പാടുമുള്ള ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 7ാമത്തെ വലിയ മലയാള ചിത്രമായി മാറിക്കഴിഞ്ഞു. കൂടാതെ വാഴ 2-ന് ശേഷം 2026-ൽ 150 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന 2ാമത്തെ മലയാള ചിത്രം എന്ന ബഹുമതിയും ദൃശ്യം സ്വന്തമാക്കി. ഇതിനൊപ്പം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തുടരും, എമ്പുരാൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാൽ 200 കോടി ക്ലബിലേക്ക് പ്രവേശിക്കുന്ന 3ാമത്തെ ചിത്രം കൂടിയായി ദൃശ്യം മാറുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരളം തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും ശക്തമായ വിപണി. 6ാം ദിനത്തിൽ മാത്രം കേരളത്തിൽ നിന്ന് 5 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത്. ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നും 60 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും ചിത്രത്തിന് നേടാൻ സാധിച്ചു. കർണാടകയിൽ നിന്ന് 43 ലക്ഷം രൂപ നേടിയപ്പോൾ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും 30 ലക്ഷത്തിന് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.